ഇപ്രാവശ്യം നമ്മുടെ ഗുരു ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന പരീക്ഷണം വളരെ വ്യത്യസ്തമായിരുന്നു. ആ 3 ശിഷ്യന്മാരെയും അടുത്തേക്ക് വിളിച്ച് നമ്മുടെ ഗുരു ഓരോ പഴങ്ങൾ നൽകി. എന്നിട്ട് ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പഴം ആരും കാണാതെ കഴിക്കണം. ഇതായിരുന്നു ഇപ്രാവശ്യത്തെ ടാസ്ക്. അങ്ങനെ അവർ 3 പേരും ആ പഴമായിട്ട് പോയി. ഒരാൾ പോയത് ഒരു കുറ്റിക്കാട്ടിലേക്കായിരുന്നു. കുറ്റിക്കാട്ടിൽ ആരുമില്ല, അയാൾ ആ പഴം മുഴുവൻ കഴിച്ചു. രണ്ടാമത്തെ ആൾ പോയത് ഒരു ആരുമില്ലാത്ത ഒരു പുഴയുടെ തീരത്തേക്കായിരുന്നു. അവിടെ പോയി അയാൾ ആ പുഴയുടെ തീരത്തിരുന്ന് ആരും കാണാതെ അത് കഴിച്ചു. മൂന്നാമത്തെ ആൾ എങ്ങോട്ട് പോയെന്ന് ആരും കണ്ടില്ല. അവസാനം സമയം കഴിഞ്ഞപ്പോൾ ഗുരു എല്ലാവരെയും വിളിച്ചു. 2 പേരുടെയും കയ്യിൽ പഴമില്ല, പക്ഷേ ഒരുവൻ്റെ കയ്യിൽ ആ പഴം ഉണ്ടായിരുന്നു. ആ പഴം കയ്യിലുള്ള ആ ശിഷ്യനോട് ഗുരു ചോദിച്ചു, എന്തേ നീ മാത്രം ഇത് കഴിച്ചില്ല? അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, ഞാൻ എല്ലായിടത്തും പോയി നോക്കി, കുറ്റിക്കാട്ടിൽ പോയി നോക്കി, പുഴയുടെ തീരത്ത് പോയി നോക്കി, അവിടെയുള്ള വലിയ കാട്ടിൽ പോയി നോക്കി, പക്ഷെ അവിടെ എല്ലാം 2 കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ 2 കണ്ണുകൾ എൻ്റേത് തന്നെയായിരുന്നു. ഞാൻ കാണാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് തന്നെയായിരുന്നു ഗുരു ഉദ്ദേശിച്ചത്. ആ ഗുരു 3 പേരെ ഇരുത്തി പറഞ്ഞു കൊടുത്തു. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യം ഇത് തന്നെയാണ്. രഹസ്യമായി തെറ്റുകൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് മനുഷ്യന്മാർ പരസ്യമായിട്ട് അവരൊക്കെ ഓക്കെയാണ്, രഹസ്യമായിട്ട് അവർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു. നമ്മളുടെ മനസാക്ഷിയെ, നമ്മളുടെ കണ്ണുകളെ കാണിക്കാതെ എങ്ങനെ നമുക്ക് തെറ്റുകൾ ചെയ്യാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പറഞ്ഞു കൊടുക്കണം, ആരും കാണുന്നില്ലെങ്കിലും നമ്മളിതൊക്കെ കാണുന്നുണ്ട് എന്ന്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു റെസ്പെക്റ്റ് ഇല്ലേ, അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ.